ഹലോ, ഇന്നൊരു കുട്ടി വ്ളോഗ് കണ്ടാലോ. അപ്പോൾ ഇന്ന് 25ാമത്തെ നമ്മുടെ നോമ്പാണ്. അപ്പോൾ ഇന്ന് ഉസ്താദുമാരുടെ ചിലവും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കണമെന്നൊന്നും കരുതിയതല്ല, പിന്നെ പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുക്കുന്നുണ്ട്, അതുപോലെ സവാളയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് നമ്മുടെ അടുപ്പത്ത് ആവുന്നുണ്ട്. പിന്നെ പത്തിരിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ളതൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വേറെയുള്ള വീട്ടിലത്തെ തിരുമ്പലും അടിച്ചോറലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടക്കലും ഞാൻ തലേ ദിവസം തുടച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് തുടച്ചിട്ടില്ല. പിന്നെ എല്ലാം ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്കറിയാമല്ലോ, ഭയങ്കര തിരക്കായിരുന്നു. പെട്ടെന്ന് നമുക്ക് ആ ഒരു സമയത്തിൽ ഇത് കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ കുറേ ആയില്ല നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഉസ്താദുമാർ വീട്ടിലേക്ക് വരില്ല കേട്ടോ, കൊടുത്തയക്കാണ്. അപ്പോൾ ഞാൻ തേങ്ങ വറുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ കഴുകി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി നമ്മൾ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഗ്യാസുമ്മേ വെച്ച് വഴറ്റിയിട്ട് പിന്നെ അവിടെ അടുപ്പത്തേക്ക് വെക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ കുട്ടി ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് കുറേശ്ശെ ഓരോന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഐഷു ഇവിടെ ഉണ്ട്, ഷെബി സ്കൂൾക്ക് പോയിക്കുകയാണ്. അപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും എക്സാമിൻ്റെയും ഒക്കെ തിരക്കൊക്കെയാണല്ലോ. അപ്പോൾ അവന് ഉച്ചക്ക് വരും. ഉച്ചക്ക് വന്നിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കറിയും ഒക്കെ ഒന്നിട്ട് സെറ്റാക്കിയിട്ടാണ് ഞാൻ കുറച്ച് നേരം പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചപ്പാത്തി മാത്രമല്ലേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ പിന്നെ കറിയൊക്കെ ആക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിടക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അവന് ഞാൻ കിടക്കുന്ന സമയത്ത് ഫുള്ള് എണീക്കുക, ഉറങ്ങുക, അങ്ങനെയൊക്കെ ഒരു തൊട്ടിയാട്ടിക്കൊണ്ടേ ഇരിക്കുന്നൊരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു. പിന്നെ വന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ചൂടലും ഉണ്ടാക്കലും പരത്തലും എല്ലാം ഒപ്പം തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതും അവനങ്ങനെ ഉണർന്ന് പിന്നെ അങ്ങോട്ട് ഉറങ്ങിയ സമയത്താണ് പിന്നെ ചപ്പാത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 3 മണി ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവനപ്പം നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്ത് ഒരു ഡിസൈനായിട്ടൊരു അപ്പം ഇരിക്കുന്നത് കണ്ടില്ലേ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ അപ്പച്ചട്ടിയിൽ തന്നെ അപ്പം വെക്കൽ. ഞാനങ്ങനെ വെക്കലില്ല, കാരണം അത് പിന്നെ അത് വെറുതെ വേസ്റ്റായി പോകും. അത് അങ്ങനെ ഒരു ബലം വെച്ചിട്ട് ആകെ തിന്നാൻ കഴിയാത്ത പോലെ ആവും. പക്ഷേ ഞാനപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ അപ്പം ചുടുന്ന സമയത്ത് കുട്ടി നീച്ചപ്പോൾ പിന്നെ വേഗം ഗ്യാസ് ഓഫാക്കി പോയതാണ് കേട്ടോ. അതുകൊണ്ട് ആ അപ്പം അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ വന്ന് തൊട്ടിയാട്ടലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളതൊക്കെ ഇറക്കി വെച്ചു കേട്ടോ. ഇത് ഇറക്കി വെച്ചിട്ടും തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഉസ്താദുമാർക്കാണെന്നുണ്ടെങ്കിൽ അത്താഴത്തിനും കട്ട് ചെയ്യാത്ത ഫ്രൂട്ട്സ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്താഴത്തിന് വേറെ നോക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുമ്പോൾ ഈ അരിപ്പൊടി എടുത്തിട്ടാണ് കേട്ടോ പരത്താറുള്ളത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പരത്താൻ കഴിയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ ഈ പരത്തലും ചുടലും ഒക്കെ ഒപ്പം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നൊരു എന്തോ ഒരു ഒരു തപ്പിപ്പിടുത്തമായിരുന്നു കേട്ടോ. ഒന്നാമത് ഉസ്താദുമാർക്കൊക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുമോ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇന്ന് കുഴപ്പമില്ല എന്ന് വിചാരിച്ചാലും നാളേക്ക് കുട്ടികളുടെ സ്വഭാവം കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ അധികവും ചിലപ്പോൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ പറ്റുമോ, എല്ലാം ശരിയാവുമോ ആ സമയത്തേക്ക് എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത്. 90 ആയിട്ടില്ല കേട്ടോ. 90 ആവാൻ നമ്മുടെ പെരുന്നാളിൻ്റെ ആ ഒരു സമയമൊക്കെ ആയാൽ 90 ആവും കേട്ടോ. അപ്പോൾ ചോദിച്ചവരോട് പലരോടും ഞാൻ പെരുന്നാളിനാണ് ഞാൻ പോവുള്ളൂ, അപ്പോഴാണ് എനിക്ക് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ എത്തി എന്നുള്ളത് പറയാതിരുന്നത് ഒന്നും അങ്ങോട്ട് വന്ന് നമുക്ക് സെറ്റ് ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നു എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ പറയാതിരുന്നത്. ഒന്നാമതിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അറിയാമല്ലോ, നമുക്കിപ്പോൾ ഏതൊരു സമയവും നമുക്കൊരു ഫ്രീ ആയിട്ടൊരു സമയം കിട്ടൂല.
അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ച വരെ എന്തെങ്കിലും ചെയ്താലും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പിന്നെ വലിയ പണി ഉണ്ടാവില്ല, കുട്ടീനെ നോക്കണ്ട മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉച്ചക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് കുട്ടി ഉറങ്ങിയാലും നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബിസി തന്നെയാണ്. പിന്നെ ഒന്ന് സെറ്റാവാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നതൊന്നും പറയാതിരുന്നത്. പിന്നെ വീഡിയോ ബ്ലറാക്കിയത് അമ്മയോടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടിനെ എടുത്തും കൊണ്ട്. അവളന്ന് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ കുറേ നമുക്ക് ചപ്പാത്തിക്ക് ഉരുളാനും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ ചട്ടിയിൽ നിന്ന് എടുക്കാനും ഒക്കെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടി നീച്ചപ്പോൾ അവളങ്ങനെ കുറേ ആട്ടും എടുത്ത് നടക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചപ്പാത്തി കൂടി ആയപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനമായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കന് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള പൈനാപ്പിളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ തോല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോല് ചെത്തി കളഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. മറ്റേത് നമ്മൾ ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തോല് കളയാണ്ട് കട്ട് ചെയ്യാനുണ്ട് ജ്യൂസ് അടിക്കാണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുക, നമുക്ക് കുറേ പണിയുള്ള പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോല് കളഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ജ്യൂസ് അടിക്കാനുണ്ട്. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഉസ്താമാർക്ക് ആക്കുമ്പോഴും വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ആ സമയത്ത് അവൻ ഭയങ്കര സീനായിരുന്നു കേട്ടോ. നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഉമ്മയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ ആക്കാനും വീഡിയോ എടുക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും ആരും അറിയാത്ത പോലെയാണ് എടുക്കാറുള്ളതെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കൂല കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇടണോ എന്ന് കുറേ ആലോചിച്ചു കേട്ടോ. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. എൻ്റെ വീഡിയോസൊക്കെ അതുപോലൊക്കെ തന്നെ ആവും. പക്ഷെ എന്നാലും ഒരു തുമ്പും വാലും ഇല്ലാതെ ഒന്നും തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു വീഡിയോ ആണ്. തുടങ്ങിയതും എവിടെയോ നിന്ന് തുടങ്ങി എവിടെയോ അവസാനിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്തായാലും വേണ്ടില്ല, അപ്ലോഡ് ചെയ്യാം, കാണുന്നവർ കാണട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിലധികം ഇങ്ങനെ ഹെയർ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഇതേണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടും കുറച്ചായി. പക്ഷേ എനിക്കിപ്പോൾ അതിനൊന്നും നേരം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ വീഡിയോസൊന്നും ഇടാത്തത്. ഇതാവുമ്പോൾ പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വീഡിയോസായിട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ തീരെ വീഡിയോസ് ഇടാതായാൽ നമ്മുടെ ചാനൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ആക്കിയെടുത്തിട്ട് അതൊന്നും ആവാതെ പോകണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ പൈനാപ്പിളൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതും കൂടി കാണുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചായയും ജ്യൂസും എല്ലാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ.